ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഒന്നും ചെയ്തില്ല. നീ പോലല്ലേ വാഴ തട്ടിട്ട് ഇങ്ങോട്ട് വരാ മതി. നമസ്കാരം, ഇഞ്ചി മിഠായിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയാണ്. ഇന്ന് ഇപ്പം എന്തായാലും ന്യൂ ഇയർ ഒക്കെയാണ്, എല്ലാവരും അതിൻ്റെ സെലിബ്രേഷനിലൊക്കെ ആയിരിക്കും. നമ്മളും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്. ഈ വീഡിയോ ചിലപ്പോൾ ഇടുന്നത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇന്നിപ്പോൾ രാത്രി നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, പാർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. വിഷ്ണു അവൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള പറമ്പാണ്. ഈ പറമ്പിൻ്റെ ബാക്ക് സൈഡ് പുഴയാണ്. അതാണ് അതിൻ്റെ രസം. അപ്പോൾ അവൻ പറഞ്ഞ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇവിടെ ന്യൂ ഇയർ ഇപ്രാവശ്യം ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നതാണ്. നമ്മൾ കുറച്ച് നേരത്തെ എത്തി, കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരവിടെ പുഴയുടെ അവിടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അവിടേക്കുള്ള വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. രാത്രി നമ്മൾ ചെറിയൊരു രാത്രിയിലത്തെ പരിപാടി എന്താ തന്നെ, രാത്രിയിൽ നമ്മള് ഇപ്പൊ കുറെ കാലങ്ങളായിട്ടുള്ള പതിവ് പോലെ തന്നെ ഗ്രില്ല് ചെയ്യലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദർ അത്ര തന്നെ ഉള്ളു. വേറെ വലിയ വലിയ കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ കടന്നിട്ടില്ല. അതെ, അപ്പോൾ രാത്രിയിൽ നമ്മൾ ചെറിയൊരു ഗ്രിൽ സെറ്റപ്പാണ് ഈ ഒരു ആംബിയൻസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നൈറ്റ് എത്രത്തോളം ലൈറ്റ് ഉണ്ടാവുന്നൊന്നും അറിയില്ല. അതാണ് മുന്നേ വീഡിയോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ രാത്രിയിലത്തെ വിഷ്വൽസ് ഇടാൻ പറ്റും, നമ്മൾ ഇടാം, നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പുഴ, ഇവിടുത്തെ പുഴ കാണാനായിട്ട് എന്തായാലും പുഴ കാണാൻ പറ്റില്ല. അവരെല്ലാവരും വരുമ്പോഴേക്കും ഏകദേശം നല്ലോണം പാതയും. അപ്പോൾ ഓക്കെ, നമുക്ക് ആ പുഴയുടെ അവിടേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമുക്ക് ആഡ് ചെയ്യാം. നല്ല രസമല്ലേ ഇവിടെ, നല്ല ആംബിയൻസ് ആണ്. അതിൻ്റെ ബാക്ക് സൈഡാട്ടോ, നമ്മുടെ പറമ്പ് നേരത്തെ കാണിച്ചൊന്നുമില്ല, അതിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ. പക്ഷെ ഇറങ്ങരുത് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നു. അശുദ്ധിയുള്ളവരും തൊട്ട് ഇവിടെ കുളിക്കുന്നതും കടവിൽ മദ്യപിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെ ആൾക്കാരെ ഇറങ്ങരുതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. വിഷ്ണുവാണെങ്കിൽ ഇവിടെ ഇല്ല, അവൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്ത് പോയേക്കാം. അപ്പോൾ അവനാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞാൽ. എന്തായാലും ഈ ഒരു സ്ഥലം നല്ല ആംബിയൻസ് ആണ്, നല്ല രസമാണ്. വന്നിരിക്കാനായിട്ട് നേരം പോകുന്നറിയില്ല, നല്ല കാറ്റാണ്. വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ഹലോ ഹാപ്പി ന്യൂ ഇയർ. ധന്യ. അപ്പോൾ ഇഞ്ചി മിഠായിയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ് ഇന്ന്. അപ്പോൾ നമ്മളിതാ എപ്പോഴും അതല്ലേ, ഇപ്പം 4 എപ്പിസോഡായിട്ട് കുറേ നാളായി ഗ്രില്ലും ഇരുന്നിട്ടുള്ള എപ്പിസോഡാണ്. പക്ഷേ ഇത് സ്പെഷ്യലാണ്. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് സത്യം പറയാമെന്ന് വെച്ചാൽ ഇത് എവിടെയാണ്, നമ്മൾ പറമ്പിലല്ലേ കണ്ടാൽ, നമ്മൾ നമ്മുടെ ഉറ്റ സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട അണ്ണൻ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ വീട്ടിലെ പറമ്പിലാണ് നമ്മളിന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻസിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10:30 ആയിട്ടുള്ളൂ. 12 മണിയാകുമ്പോഴേക്കും സെറ്റാവും. നമ്മൾ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങണമല്ലോ, കണ്ടില്ലേ. ഇപ്പോൾ തന്നെ അത് തീ ഇങ്ങനെ കണലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഗ്രില്ല് ചെയ്യണ കണ്ടില്ലേ, ഗ്രില്ല് ചെയ്യുന്ന ടേസ്റ്റ് കൂടുതലല്ലേ അവന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാ കരിയാന കറക്റ്റ് കൈയോട് ചോരച്ചിരിക്കണേ. നീ പോലല്ലേ ഹാപ്പി ബർത്ത്ഡേ അല്ലേ, ഹാപ്പി ന്യൂ ഇയർ. അതിന്റെ അവിടെ ഇരിക്കുക, എല്ലാവർക്കും തരും. ഇത് പെട്ടെന്ന് വാഴ തട്ടിട്ട് ഇങ്ങോട്ട് വരാ മതി. അല്ലാതെ
ചില്ലി ഗോപി ഇത് കാണുന്നില്ല കഷ്ണത്ത് കഴിക്കില്ല പ്ലീസ് അത് മാത്രമല്ലോ ഭക്ഷണം കഴിച്ചുള്ളത് വിഷ്വൽസ് രാത്രി കാരണം കാര്യമായിട്ട് ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല. ഉള്ളത് എന്തായാലും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ എടുത്തുള്ളൂ. എന്തായാലും നമ്മൾ ആ പാർട്ടിയിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് വ്ളോഗ് അത്രയ്ക്ക് അങ്ങോട്ട് അതിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. എന്തായാലും ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം.